ഇത് വെള്ളച്ചോറ് കൊണ്ടാട്ടമാണ്. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാട്ടോ. ഇതാ സൂപ്പറായിട്ടുള്ള നുരനുരാന്നുള്ള വെള്ളച്ചോറ് കൊണ്ടാട്ടം വേണ്ട. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കൊണ്ടാട്ടമാണ് ഉണ്ടാക്കാൻ പോണത്. സിമ്പിളായിട്ടുള്ളത് കൊണ്ടാട്ടമാണ്. നമ്മുടെ ഈ ചോറില്ലേ, വെള്ളച്ചോറോ ആറിയ ചോറോ ഏതാ വെച്ചാലും കുഴപ്പമില്ല. ആ ചോറ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതങ്ങനെ ഇനി ഇതിലേക്ക് ജീരകത്തിൻ്റെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് പെരുങ്കായപ്പൊടി, ഒരു മണത്തിന് പെരുങ്കായപ്പൊടി. ഒന്നും കളയേണ്ട ആവശ്യമില്ല. ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതെങ്ങനെ ആക്കിയിട്ട് നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചാൽ മഴ സമയത്തോ നമുക്ക് എപ്പോൾ പെട്ടെന്ന് ഒരു കറിയില്ല വെച്ചാൽ വേഗം നമുക്ക് ഉണ്ടാക്കാം. ആവശ്യമില്ലാണ്ട് ഇത് കളയും ചിലവർ. ഓരോരുത്തർ എന്താ ചോറ് കളയുന്ന അറിയോ? അതൊന്നും കളയണ്ട. ആ ചോറ് കൊണ്ട് തന്നെ നമുക്ക് ചിലവർ ഇതിനെ അരച്ചിട്ട് നമ്മൾ പീച്ച് വെറ്റിലൊക്കെ ഉണ്ടാക്കില്ലേ, അതേമാതിരി പിഴിഞ്ഞെടുക്കും. അപ്പം അതിനെക്കാട്ടിലും ഇത് അരയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല ഇതായിട്ട് കുഴച്ചെടുത്ത ശേഷം ഇങ്ങനെ ഈ ചോറിൻ്റെ ഇതൊക്കെ ഇല്ലേ, നമ്മൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ മുരുമുരാന്നിരിക്കും. സോഡാപ്പൊടിയൊന്നും ആവശ്യമില്ല. ഇത് എത്ര ചോറുണ്ടെങ്കിലും അതോ കൊണ്ടുണ്ടാക്കാൻ. എൻ്റെ അടുത്ത് കുറച്ച് ചോറുള്ള കാരണം ഞാൻ കുറച്ച് ചോറ് എടുത്തുള്ളൂ. പിന്നെ നന്നായിട്ട് ഇങ്ങനെ ആക്കിയ ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ട് നമുക്ക് ഉരുട്ടി വയ്ക്കാം. അങ്ങനെ കുറച്ചിങ്ങനെ എടുത്തിട്ട് അങ്ങനെ ഒരു തട്ടെടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഉരുട്ടി വയ്ക്കാം. ഒരുപാട് വലിപ്പമായാലുണ്ടല്ലോ ഇത് പൊള്ളച്ച് വരുമ്പോൾ ഇങ്ങനെ വിട്ട് വിട്ട് വെക്കണം. വേഗം ഉണങ്ങിയും കിട്ടും. നമുക്ക് എന്താ ഇങ്ങനെ വെക്കാം. ഞാനിതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഉണക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ചുറ്റും വെക്കുക. നല്ല വെയിലുണ്ടെങ്കിൽ വേഗം ഉണങ്ങി കിട്ടും. 2 ദിവസം ആകും. ഒരു ദിവസം കൊണ്ടൊന്നും ഉണങ്ങില്ല, 2 ദിവസം ആകും. നമുക്കിതെല്ലാം ഉരുട്ടിയിട്ട് അങ്ങനെ ഉരുട്ടിയിട്ട് വെയിലത്ത് ഞാൻ വെച്ച് ഉണക്കി വറുക്കുമ്പോൾ കാണിച്ചു തരാം. ഇതിന് ചോറൊക്കെ കളയാൻ നിൽക്കണം. വെള്ളച്ചോറ് ആരും ഉണ്ണില്ല. മുമ്പിലത്തെ അരിയൊക്കെ ആകുമ്പോൾ വേഗം, ഇപ്പോഴത്തെ അരിയൊക്കെ വേഗം കേട് വന്നു പോകും. കഞ്ഞി ഉണ്ടെങ്കിൽ പറ്റില്ല, ചോറ് മാത്രം. കഞ്ഞിയാണെന്ന് വെച്ചാൽ അതിനെ വെടിച്ചിട്ട് തിളപ്പിച്ച് ഒന്ന് വാറ്റിയെടുക്കുക. എന്നിട്ട് ഇതേമാതിരി ഉണ്ടാക്കാം. ഇതെല്ലാം ഉരുട്ടിയിട്ട് ഞാൻ ഉണക്കിയ ശേഷം നമുക്ക് വറുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ വെള്ളച്ചോറ് കൊണ്ടാട്ടം സൂപ്പറായി ഉണങ്ങിയിട്ടുണ്ട്. കണ്ടോ, സൂപ്പറായിട്ട് നന്നായി ഉണങ്ങി. ഇനി നമുക്കിതൊന്ന് വറുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ വയ്ക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. ഗ്യാസ് കത്തിക്കാം. നന്നായിരിക്കും. നമ്മൾ അർജൻറ്റിനൊക്കെ നമുക്ക് ഈ കൊണ്ടാട്ടം വേഗമാകും. വെയിലുള്ളപ്പോൾ ഒന്നും ചോറൊന്നും കളയണ്ട. കളയുന്ന ചോറോ കൊണ്ട് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാം. അരിയൊക്കെ നല്ല വിലയല്ലേ, എന്തിനാ കളയുന്നു? ഇതൊന്ന് ചൂടാവട്ടെ, നമുക്ക് വറുക്കാട്ടോ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് കൊണ്ടാട്ടം ഇടാം. നല്ല നുരന്നിരിക്കും. സൂപ്പറായിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടാകും. എന്നാൽ ഗ്യാസ് കുറച്ച് വെക്കുന്നുണ്ട്. സൂപ്പർ കൊണ്ടാട്ടം. ഇതിൻ്റെ കൂടെ നമുക്ക് ഉണ്ണിത്തണ്ടൊക്കെ ഇട്ടിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാം. ഉണ്ണിത്തണ്ട് നന്നായി വേവിക്കുക. കട്ട് ചെയ്ത് വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കുഴച്ചെടുത്തിട്ട് ഉണക്കിയെടുക്കാം. ഞാൻ ചെറുതായിട്ട് ഉരുട്ടി വെച്ച കാരണമാണ്
ചെറുതായി, അല്ലെങ്കിൽ നല്ല വലിപ്പം ഉണ്ടാവും. മുമ്പൊക്കെ നമ്മൾ ഈ അടുപ്പിൻ്റെ ഓരത്തൊക്കെ ഇങ്ങനെ വെക്കും ഉണങ്ങാൻ, മഴ സമയത്തൊക്കെ. ഇപ്പം ഇതായിട്ടുണ്ട്, മാറ്റി വയ്ക്കും. വെള്ളച്ചോറ് കൊണ്ടാട്ടം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. കൊണ്ടാട്ടം ഞാൻ കുറച്ച് ഉരുട്ടി 2 ദിവസത്തിനുണ്ടാവും. 2 പ്രാവശ്യം നമുക്കുണ്ടാക്കാം. റെഡിയായി. സൂപ്പറായിട്ടുള്ള വെള്ളച്ചോറ് കൊണ്ടാട്ടം. തമിഴിൽ പറയും പഴയ സാദം, വത്തൽ. അപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് വരാം. എല്ലാവർക്കും ബൈ.